സിനിമയിൽ ആ എക്സ്ട്രാ ഡീസന്റ് ആരാണ്? ഭയങ്കര പുതുമയുള്ള ഒരു ഈ ചോദ്യം പറയാൻ വാക്കുകളില്ല. മനഃപൂർവ്വം കൈ കൊടുക്കാതെ പോയതല്ലേ? ചെറിയൊരു പ്ലാൻ അങ്ങ് വാളിത് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പത്തേക്ക് സുരാജേട്ടന്റെ ആ മുഖം അങ്ങ് കണ്ടായിരുന്നോ? വെള്ളറി വെളുത്തുള്ള ആ ഒരു ഇല്ല, എന്താന്നറിയാം, ബാക്ക് വശത്തായിരുന്നെങ്കിൽ എനിക്ക് വിളറി വെളുത്തനെ. ഞാൻ ഫ്രണ്ടിലല്ലേ, ഫ്രണ്ടിൽ പിന്നെ വേറെ ആരും ഇല്ല, അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഇത് സുരാജ് ചോദിച്ചു, ആ എന്താടി ഞാൻ അവിടെ ഫ്രണ്ടില് ഇതുപോലെ ഇവന് ഇരുന്നിട്ട് നിനക്ക് എന്നെ കാണാൻ പറ്റാതെ. ചേട്ടാ എന്റെ ഈ കവിള് ചാടി കണ്ടിട്ട് ഈ കണ്ണ് ശരിക്കും മലയാളത്തിന്റെ പുതിയ പ്രൊഡ്യൂസർ താരോദയം. എൻ്റെ അടുത്ത് ഇവൻ വന്ന് പറഞ്ഞു, അതായത് സുരാജേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്തേ കൂട്ടിട്ട് ഒരു വിഷയമാണ്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ലോകത്ത് സുരാജ് കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മളെ കൊണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ. പണ്ട് എൻ്റെ വെഞ്ഞാറമൂട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഏത് സ്ഥലത്തേക്ക് പോയാലും വഴി തെറ്റി പോകുന്ന ആളായിരുന്നു. ഗ്രേസിനോടൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ബാർഗെയിൻ ചെയ്യാം, അങ്ങനത്തെ ഒരു ലൈൻ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു വിചാരം. ഇല്ലില്ല, നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ഗ്രേസിനെ കണ്ടിട്ടുള്ളൂ. ശമ്പളം മേക്കപ്പം മാറ്റിയിട്ടുള്ളൊരു ഗ്രേസ് ഉണ്ട്, അതിനൊരു ഗ്രേസും ഇല്ല. സ്വാഭാവികമായിട്ടുള്ള ടെൻഷൻ ഉണ്ട്. ഗ്രേസിനെ പോലെ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ നമുക്ക് കാണാനേ ഇല്ല. ഗ്രേസ് ഷൂട്ടിംഗ് കഴിഞ്ഞോടുകൂടി സുരാജിന്റെ വൈഫിന് സുരാജന് ഒരു 50 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. കാരണം ഈ ഒരു പീരീഡ് എന്നെ സഹിച്ചതിന്. ചെയ്തോണ്ടിരിക്കുകയാണല്ലോ, പറഞ്ഞു മനസ്സിലായോ? ഇവന്റെ ലൈഫിൽ ലാഭത്തിന്റെ ഫുൾ ഇവന്റെ വൈഫിനാ ഇട്ട് കൊടുക്കുന്നത്. ആകെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി പറയുന്നതൊക്കെ കേട്ട് നമ്മള് കോമഡി വന്നില്ലെങ്കിലും ചിരിക്കണം. അവന് ഇതില് പിടിച്ചേക്കുന്നത് എന്തെന്നാ, അലയിന് ഇനി റിബണും കൂടെ കട്ട് ചെയ്ത് ആക്ടിങ് സ്കൂളുണ്ടല്ലോ, അവിടെ ഈ പിള്ളേരോടൊപ്പം ചെന്നിട്ട് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി ചെന്നിരിക്കും. ചുമ്മാ പഠിക്കാൻ പോയിരിക്കുന്നതാ. എന്തെങ്കിലും ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ എന്ത് ജോണറിലെ സിനിമ ആയിരിക്കും എടുക്കാം? അത് ഒരാൾ അഭിനയിക്കുന്ന ഒരു ലൊക്കേഷനുള്ള ഒരു സിനിമയായിരിക്കും ഗ്രേസ് ചെയ്യുന്നത്. അതാകുമ്പോ 10 ലക്ഷം രൂപ പരിപാടി തീരും. സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു ഒറ്റ എക്സ്പെർട്ടേ ഉള്ളൂ, ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. എക്സ്ട്രാ ഡീസന്റ് വിശേഷങ്ങളുമായി അത്യാവശ്യം ഡീസന്റ് ഒക്കെയായി നമ്മളോടൊപ്പം ചേർന്നു ലിസ്റ്റൻ സ്റ്റീഫൻ, സുരാജ് വെഞ്ഞാറം, ഗ്രേസ് ആന്റണി ആൻഡ് ആമിർ പള്ളിക്കൽ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ലിസ്റ്റൻ ചേട്ടാ, പുതിയൊരു പ്രൊഡ്യൂസർ കൂടി ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. മലയാളത്തിന്റെ പുതിയ പ്രൊഡ്യൂസർ താരോദയം. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? നമുക്കൊരു റിസ്ക് ഉണ്ടെങ്കിലും ഒരു സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാനായിട്ട്, സിനിമ സംബന്ധിച്ച് ഷെയർ ചെയ്യാനായിട്ട് ഒരാളെ കൂടെ കിട്ടിയല്ലോ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വളരെയധികം സന്തോഷം. പൊതുവെ സുരാജേട്ടനെ കുറിച്ച് ഞാൻ അങ്ങനെ കാസ്റ്റ് ആൻഡ് ക്രൂവിൽ നിന്ന് കേട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എല്ലാ ഇന്റർവ്യൂവിലും ചേട്ടൻ വന്നിരിക്കും, അത് ഉറപ്പാണെന്ന്. അങ്ങനെയാണോ ചേട്ടാ? എല്ലാ പടത്തിലും വന്നിരിക്കാറുണ്ടല്ലോ. അതൊരു അപവാദമായിരുന്നോ കേട്ടത്? അത് അപവാദമായിരിക്കും. എനിക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് സിനിമയായാലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ട് ആർക്കാണ്, വീട്ടുകാർ മാത്രം കണ്ടിട്ട് കഥയല്ലോ, ആൾക്കാരിലേക്ക് എത്തിക്കുക. അതുകൊണ്ടല്ലേ പിന്നെ ഇദ്ദേഹത്തിന്റെ ഷോയിലൊക്കെ വന്നിരിക്കുന്ന ഗതികേടാ. ഞങ്ങൾക്ക് ഈ സിനിമാ താരങ്ങളൊക്കെ വൈറലാവുന്ന കാണാൻ ഭയങ്കര ഇഷ്ട ഗ്രേസ്. അല്ലല്ല, അങ്ങനെയല്ല, മനഃപൂർവ്വം കൈ കൊടുക്കാതെ പോയതല്ലേ? ഞാൻ അറിഞ്ഞായിരുന്നു. ചെറിയൊരു പ്ലാൻ അങ്ങ് വാളിത് മാത്രമേ ഉള്ളൂ. ആണല്ലേ? പക്ഷെ അപ്പത്തേക്ക് സുരാജേട്ടനെ ആ മുഖം അങ്ങ് കണ്ടായിരുന്നോ? വെള്ളറി വെളുത്തുള്ള ആ ഒരു ഇല്ല, എന്താന്നറിയാം, ബാക്ക് വശത്തായിരുന്നെങ്കിൽ എനിക്ക് വിളറി വെളുത്തനെ. ഞാൻ ഫ്രണ്ടിലല്ലേ, ഫ്രണ്ടിൽ പിന്നെ വേറെ ആരും ഇല്ല, അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. തിരിച്ചു വന്നു. അല്ല, ഇത് സുരാജ് ചോദിച്ചു, ആ എന്താടി ഞാൻ അവിടെ ഫ്രണ്ടില് ഇതുപോലെ ഇവന് ഇരുന്നിട്ട് നിനക്ക് എന്നെ കാണാൻ പറ്റാതെ. ചേട്ടാ എന്റെ ഈ കവിള് ചാടി കണ്ടിട്ട് ഈ കണ്ണ് ശരിക്കും ഈ കണ്ണ് ശരിക്കായിട്ട് കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ സുരാജ് ഓർത്തത് കറക്റ്റ് ആയിരിക്കും. ഏത് ലെവലില് ബോഡി ഷേമിംഗ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഈ ചൈന കണ്ണായതുകൊണ്ട് എനിക്ക് 50% സത്യമാണ് പറഞ്ഞത്. കണ്ടില്ല, അപ്പൊ കവളിയാടിയോണ്ടാ കണ്ട. നെർവസ് ആയിട്ട് ഞാൻ അങ്ങനെ അങ്ങ് ഓടിപ്പോയതായിരുന്നു. ഈ പ്രൊഡ്യൂസറെ സംവിധാനം ചെയ്യിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിശുക്കുമായിരുന്നോ? 39 ദിവസമാണ് ഷൂട്ട് ചെയ്ത്. അപ്പൊ നമ്മളിന്ന് 2ാമത്തെ ദിവസമാണ് ഈ ഇന്റർവ്യൂ പരിപാടികൾ. 39 ദിവസം ഒരു പ്രശ്നം ഉണ്ടായില്ല. സ്റ്റീഫന്റെ കൂടെ ഇന്റർവ്യൂവിൽ ഇരിക്കാന്ന് പറയുന്നതാണ് ഈ 39 ദിവസത്തിനേക്കാളും പ്രശ്നം. നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു ഭയങ്കര വെല്ലുവിളിയാണ് ലിസ്റ്റൻ സ്റ്റീഫൻ. സാധാരണ സിനിമാ താരങ്ങളെ ഇന്റർവ്യൂ കിട്ടാനാണ് നമുക്കൊക്കെ ഭയങ്കര ഇടി. ഇവിടെ ലിസ്റ്റൻ സ്റ്റീഫൻ ഒരു ഇന്റർവ്യൂ കിട്ടാനാണ് ഇവിടെ യൂട്യൂബ് ആർക്ക് എല്ലാവരുടെ ഇടയിൽ ഇടി. അല്ല, അത് ഇതാ
പിയറാ പറയുകയും ചെയ്തു പിയറാണ്. ആണ് അല്ലേ? ചേട്ടാ, ഈ എക്സ്ട്രാ ഡീസന്റ് എന്ന് പറഞ്ഞൊരു കഥ കേട്ടപ്പോഴത്തേക്കും എടാ ഞാനും കൂടി ഇത് പ്രൊഡ്യൂസ് ചെയ്യാടാ എന്ന് തോന്നിപ്പിച്ച ആ ഒരു മനസ്സ് എന്തായിരുന്നു? അതിൻ്റെ കഥയും കഥാപാത്രവും തന്നെയാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കഥയും പിന്നെ കഥാപാത്രം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, വേറെ ആരെങ്കിലും ഉണ്ടാടേ? ഇല്ല എന്ന് പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ ഞാൻ ചെയ്യട്ടെ. ഓക്കെ, സന്തോഷം. ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൂടെ കമ്പനിയിലുള്ള ഒരാളുണ്ട്, സന്തോഷ്. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞാണ്, സന്തോഷം ഞാൻ ഒരു കഥ കേട്ടു. നമ്മൾ നല്ല കഥയൊക്കെ കേൾക്കുമ്പോൾ പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്, വെറുതെ ഒന്ന് കേട്ടു. അങ്ങനെ ജസ്റ്റ് കേട്ടിട്ട് പറഞ്ഞു, അതെ നമുക്ക് ലിസ്റ്റൻ സ്റ്റീഫൻ സാറിനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിക്കാം, നിങ്ങൾ ആക്ട് ചെയ്യും. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാനും കൂടെ ചേരാം, എന്തായാലും ഈ വണ്ടിയിൽ ഞാനും ഉണ്ടെന്ന്. അപ്പോൾ പുള്ളി പോലെ ഒരു പ്രൊഡ്യൂസറും കൂടെ വരുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഫ്രീ ആയിട്ട്, കാര്യം ആക്ടിങ് സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ ഒന്നും ശ്രദ്ധിക്കേണ്ട, എല്ലാം ഹാപ്പി ആയിട്ട് പോകും, സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു കമ്പനി ഉണ്ട്. ഓക്കെ ഡിയർ, കയറിക്കോ ഈ വണ്ടിയിൽ. അങ്ങനെ അദ്ദേഹവും കഥ കേട്ടു, അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു, നമ്മൾ ഒരുമിച്ച് യാത്ര തുടർന്നു. 20-ാം തീയതി സന്തോഷ് എൻ്റെ അടുത്ത് ഈവൻ വന്ന് പറഞ്ഞു, അതായത് സുരാജേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്തേ കൂട്ടിട്ട് ഒരു വിഷയമാണ്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. സുരാജ് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ലോകത്ത് സുരാജ് കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മളെ കൊണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം അതൊന്നും പറ്റത്തില്ല. എന്താണ് മാറ്റർ എന്നുള്ളൊരു സാധനം പറ. കാരണം സുരാജിന് പണ്ട് എൻ്റെ വെഞ്ഞാറമൂട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഏത് സ്ഥലത്തേക്ക് പോയാലും വഴി തെറ്റിപ്പോകുന്ന ആളായിരുന്നു. അപ്പോൾ ആ ആൾ കേട്ടിട്ടില്ലാത്ത പുള്ളിക്ക് എല്ലാം അങ്ങനെ തോന്നും. അപ്പം നമുക്കൊരു കണ്ടന്റാണ് നമുക്ക് പ്രധാനം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമീർ ഇതിൻ്റെ ഒരു കഥയുടെ പ്ലോട്ട് പറയുന്നത്. കഥയുടെ പ്ലോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം സുരാജിനെ നമുക്ക് തെറ്റു പറയാനായിട്ട് ഇവൻ പറ്റൂല എന്ന് തോന്നി. കാരണം തീർച്ചയായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുരാജേട്ടൻ എത്രയോ പടങ്ങൾ കേൾക്കുന്നു. അപ്പം ആ കേട്ട് കഴിയുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അകത്ത് പല ഇപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ ഈവൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വന്നെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് ഒരു ഇതായിരിക്കണം, ലിമിറ്റിലുള്ളതായിരിക്കണം. പിന്നെ അത് അത്രയും അട്രാക്ഷൻ തോന്നണം, നോർമലി ഉള്ള കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ അത് രണ്ടും കൊണ്ടിട്ടും വയബിളായിട്ട് തോന്നിയ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് സുരാജ് ഇത് എസ് പറഞ്ഞത്. അപ്പം ആ എസ് പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മളെ പോലെ ഒരു സുരാജേട്ടൻ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളെ പോലെയുള്ള ഒരു ഇപ്പം എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കൂടെ ഒരാളുകൂടെ ഉള്ളപ്പോൾ നല്ലതായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. സുരാജേട്ടനും കൂടെ പ്രൊഡ്യൂസർ ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നമുക്ക് ഈ ആർട്ടിസ്റ്റുകളുടെ എന്നൊക്കെ പൈസ അങ്ങ് കുറച്ച് പിടിക്കാം എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് ഞാൻ സുരാജേട്ടനോട് പറയാൻ പറഞ്ഞു, എല്ലാവരോടും സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സുരാജ് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല ഞാൻ പറയത്തില്ല, ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റും ഒക്കെ പ്രൊഡ്യൂസർ ആയിക്കൊണ്ടിട്ടിരിക്കുക, ഇവരൊക്കെ നേരെ തിരിച്ച് എന്നോടും പറയണോ, അപ്പൊ ഞാനും കുറയ്ക്കേണ്ടി വരുമെന്ന്. അങ്ങനെ ഇവരൊക്കെ ചിലപ്പോ 5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും കുറക്കുന്നത്, എന്നോട് ചിലപ്പോൾ 10, 25, 50 ഒക്കെ കുറയ്ക്കാൻ പറയും. അതുകൊണ്ട് വേണ്ട, നിങ്ങൾ തന്നെ. ഈ ഒരു സിനിമ കേട്ടപ്പോഴത്തേക്കും ഗ്രേസിനെ അട്രാക്ട് ചെയ്ത ആ ഒറ്റൊരു കാര്യം എന്തായിരുന്നു? ഈ ബിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്ച്വലി സാധാരണ നമ്മുടെ ക്യാരക്ടറിനെ ആയിരിക്കുമല്ലോ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ചില സബ്ജക്ട്സ് കേൾക്കുമ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് ദിലീഷേട്ടൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ ഇതിനകത്ത് വെറുതെ വന്നു പോയാലും നമുക്ക് അതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ വരും. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണിത്. ചേട്ടാ, ഈ സൈക്കോ ആയിട്ടുള്ള ബിനുവിനെ ചെയ്യാനായിട്ട് സുരാജ് ചേട്ടനെ തന്നെ കണ്ടുപിടിച്ച എങ്ങനെയായിരുന്നു ചേട്ടാ? അത് സുരാജേട്ടൻ ജീവിതത്തിലോ ഡീസന്റ് ആയിട്ട് വന്നിട്ടില്ല, അപ്പൊ സിനിമയിലെങ്കിലും അങ്ങനത്തെ ഒരു ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ അങ്ങനെയുണ്ടോ ചേട്ടാ? ഇത് വീണയും ഒരർത്ഥത്തിൽ സൈക്കോ ആണ്. വീണ തിരിച്ചറിയാത്തോണ്ടാണ്. അല്ല, ഇത് അതിന്റെ ഒരു ഉദാഹരണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ ഒന്ന് സെറ്റായി എനിക്കൊന്ന് അയച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയക്കാൻ കുറച്ച് ഡിലേ ആയി. അപ്പോൾ മെസ്സേജ് അയച്ചു. അപ്പോൾ ഇത് ആവുന്നത് വരെ റിപ്ലൈ കൊടുക്കാതെ ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു, ആമർ എവിടെ ഉണ്ടാണ്. അപ്പം ഈ കഥ പറഞ്ഞിട്ട് ആ ദിവസം വരെ വളരെ മുത്ത എവിടെ ഉണ്ടടാ കുട്ടാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് നീ എവിടെടാ, എന്നാണ് അയക്കാൻ പറഞ്ഞത്? അറിയാം, ഇന്ന് 4 മണിക്ക് മുമ്പ് എനിക്ക് ആ ഡ്രാഫ്റ്റ് കിട്ടിയിരിക്കണം. ഞാൻ വെച്ചിട്ട് ഞാൻ ചിരിച്ചു. ബിനു അപ്പോൾ ഇനി പറയണ്ടല്ലോ. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞോടുകൂടി സുരാജിന്റെ വൈഫിന് സുരാജ് തന്നെ ഒരു 50 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. വൈഫ് വണ്ടറ എന്തിനാണ്, കാരണം ഈ ഒരു പീരീഡ് എന്നെ സഹിച്ചതിന്. ചെയ്തോണ്ടിട്ടിരിക്കുകയാണല്ലോ, പറഞ്ഞു മനസ്സിലായോ? ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ ഇവര് തമ്മിലുള്ള ഇത് പൊക്കോണ്ടിട്ടിരിക്കുവായിരുന്നു. ഇവന്റെ ലൈഫിൽ ലാഭത്തിന്റെ ഫുൾ ഈ ഗ്രേസിന്റെ ഒരു ഭാഗ്യം എന്താണെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ഗ്രേസിനെ പോലെ അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ഫീമെയിൽ ഹീറോയിൻ, ഫീമെയിൽ ആർട്ടിസ്റ്റിനെ നമുക്ക് കാണാനേ ഇല്ല. ഗ്രേസ് പോലെ മറ്റൊരാളെ ചേട്ടന് പറയാൻ പറ്റുമോ?
ഇല്ല, ഗ്രേസ് പോലെ ഗ്രേസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ഗ്രേസിനെ കണ്ടിട്ടുള്ളൂ. ആ, ശമ്പളം ചോദിക്കുമ്പോഴുള്ള മേക്കപ്പ് ഗ്രേസിനെ മാറ്റിയിട്ടുള്ള ഒരു ഗ്രേസ് ഉണ്ട്. അതിനൊരു ഗ്രേസും ഇല്ല. ഈ കാണുന്നതൊന്നും അല്ല അവള്. തിരിച്ച് പറ ഗ്രേസ്, പറ. ഗാന്ധിക്ക് ശേഷം ബാലൻസ് പൈസ കിട്ടാനുണ്ട്. എപ്പോഴെങ്കിലും ഒക്കെ ഈ എക്സ്ട്രാ ഡീസന്റ് സിനിമയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ പേര് മാറ്റണോ അല്ലെങ്കിൽ ഇത് തന്നെ മതിയോ പേര് എന്ന്? ഏതിന്റെ? അല്ല, എക്സ്ട്രാ ഡീസന്റ്. ചേട്ടാ കണ്ണട വെച്ചിരിക്കണം എന്നാന്ന് എനിക്ക് മനസ്സിലായി. ഇരുന്ന് ഉറങ്ങണുണ്ടോ അടക്കല്ലേ? ഈ എക്സ്ട്രാ ഡീസന്റിന്റെ ഏതെങ്കിലും ഒരു സമയം നമുക്ക് ഇത് പേര് മാറ്റണോ അതോ എക്സ്ട്രാ ഡീസന്റ് തന്നെ മതിയോ എന്ന് ആരെങ്കിലും ചിന്തിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ആദ്യം വേറൊരു പേരായിരുന്നു ലിസ്റ്റിൻ സ്റ്റാർ ഞങ്ങളടുത്ത് പറഞ്ഞു. അപ്പൊ ലിസ്റ്റിൻ സ്റ്റാറാ? ലിസ്റ്റിൻ സ്റ്റാർ ആണ്. അല്ല, തന്ന ഓപ്ഷനുകൾ. അപ്പൊ ഇന്നത് പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് ED എന്ന് പറഞ്ഞ മുപ്പർക്ക് പ്രത്യേക സ്നേഹം ഉണ്ടല്ലോ. പിന്നെ മുപ്പര് തന്നെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ED മതി. അല്ല, അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്ന പേരാണ് ED എന്നുള്ളത്. അപ്പൊ എനിക്കൊരു സംശയം, ഇതിപ്പോ ED നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇതിന് കുഴപ്പമില്ലാന്ന്. നമ്മുടെ ED എന്ന് പറയുന്നത് അതല്ലല്ലോ, എക്സ്ട്രാ ഡീസന്റ് എന്നാണല്ലോ. അപ്പൊ ഞാൻ ED തന്നെ ഏതായാലും ഇടാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ താഴെ നമ്മൾ എന്താന്നുള്ളത് എക്സ്ട്രാ ഡീസന്റ് ആണെന്നുള്ളത്. ഈ എക്സ്ട്രാ ഡീസന്റ് EDക്ക് ശേഷം യഥാർത്ഥ ED വരുമോ? അത് നമുക്കറിയത്തില്ലല്ലോ. നമ്മളോട് ചോദിച്ചിട്ടില്ലല്ലോ. ആൾക്കാര് തിയേറ്ററിലൊക്കെ കയറി നന്നായിട്ട് അതിനെ സിനിമ ഒരു 100 കോടി ക്ലബിൽ അന്നേരമാണ് വരേണ്ടത്. സംവിധായകൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? സംവിധായകന്റേതായിട്ടുള്ള ടെൻഷൻ, സ്വാഭാവികമായിട്ടുള്ള ടെൻഷൻ ഉണ്ട്. മുകളിൽ ഓംലെറ്റ് വെക്കാം. പിന്നെ ഇത് ഈ സിനിമയുടെ ഒരു കണ്ടന്റ് വൈസ് ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടും പിന്നെ ഒരു ഫൺ, ആൾക്കാർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കൊണ്ട് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. സുരാജ് ചേട്ടാ, നമുക്ക് ഇങ്ങനെ ഈ ഒരു സിനിമ നമ്മുടെ ഭയങ്കരമായിട്ട് മനസ്സിനോട് അടുത്തിരുന്ന് നിൽക്കുന്ന സിനിമയാകുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്ന പതിവ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടൻ ഈ കണ്ണട കൊണ്ടുപോയായിരുന്നോ? ഇല്ല, കണ്ണട മാത്രം എടുക്കാൻ പറ്റിയില്ല, ഫ്ലെക്സ് വരെ എടുത്ത് വീട്ടിൽ. ഈ ഞങ്ങൾ ഒരു ഹോട്ടലിലൊക്കെ റൂം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കിടന്ന സോപ്പ്, ചീപ്പ്, കണ്ണാടി എല്ലാം എടുത്തോണ്ട് പോകുന്നതല്ലേ? ഞങ്ങളെടുക്കാറില്ല. പുള്ളി അവിടെ കിടന്ന് ബെഡ്ഷീറ്റ്, തലയണ്ണ എല്ലാം എടുത്തോണ്ട് പോയിട്ടുണ്ട്. അതാ എനിക്ക് അതിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയെന്ന് പറഞ്ഞു. ഇനി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ചേട്ടനോട് ധൈര്യമായല്ലോ. ഇനി ഇങ്ങനെ വരിവരിയായിട്ട് ധൈര്യം 20-ാം തീയതി കഴിയട്ടെ. 20-ാം തീയതി കഴിയുമ്പോ നമുക്കൊരു ധൈര്യം വരിവരിയായിട്ട് ഇങ്ങനെ പുതിയ പുതിയ പ്രൊഡക്ഷനുകൾ വരുമോ? സംഭവിക്കാം. ഒരു പുതിയ ഭീഷണിയാവോ? ഇല്ല, അങ്ങനെയല്ല. ഇപ്പൊ സുരാജ് ഇപ്പം ഞാൻ പറഞ്ഞു ഇത്രയും സിനിമകൾ ഇവൻ കേട്ടിട്ട് പുള്ളി ഒരു പടമാണ് ഇപ്പൊ ഇവൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ അത്രയും ഒരു എക്സൈറ്റ്മെന്റ് തോന്നിക്കുന്ന ഒരു സിനിമയാണല്ലോ ആൾക്ക് അങ്ങനെ തോന്നുക. മനസ്സിലായോ? കാരണം അല്ലാത്ത രീതിയിൽ പുള്ളിക്ക് ഇൻകം ഉള്ള ആളാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് TV പോയാൽ പൈസ കിട്ടും, അവിടെ പ്രോഗ്രാമിന് പോയാൽ പൈസ കിട്ടും, പടത്തിൽ അഭിനയിച്ചാൽ പൈസ കിട്ടും, റിബൺ കട്ട് ചെയ്താൽ പൈസ കിട്ടും. അതങ്ങനെ എൻജോയ് ചെയ്തോണ്ടിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത്രയും ഉറപ്പുള്ളടുത്ത് മാത്രം ഇതില് പിടിച്ചേക്കുന്നത് എല്ലാ ഇന്റർവ്യൂലും വന്ന് അളിയന് ഇനി റിബണും കൂടെ കട്ട് ചെയ്ത് റിബൺ കട്ട് ചെയ്യണം. പിന്നെ ആക്ടിങ് വർക്ക്ഷോപ്പ്, ഇപ്പൊ സ്കൂളില് ആക്ടിങ് സ്കൂളുണ്ടല്ലോ, അവിടെ ഈ പിള്ളേരോടൊപ്പം ചെന്ന് നിന്നിട്ട് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി ചെന്നിരിക്കും. ചുമ്മാ പഠിക്കാൻ പോയിരിക്കുന്നതാ, അത് പഠിക്കുക. എന്നിട്ട് ചെറിയ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിക്കുക. അവരാകുമ്പോ ഒന്നും പറയില്ലല്ലോ. സാറായി പോയെന്നോ? അല്ല, ലിസ്റ്റിൻ ചേട്ടൻ ഇപ്പൊ അഭിനയമൊക്കെ തുടങ്ങിയില്ലേ? പണ്ടൊരിക്കൽ പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂ എടുത്ത പൃഥ്വിരാജ് പറഞ്ഞു ഇനി മേലെ നീ അതിനകത്ത് സ്ക്രീനിൽ വന്നു പോകുന്ന പറഞ്ഞേക്കണേന്ന്. അതിനുശേഷം എന്തൊരു ചെയ്തായിരുന്നോ ചേട്ടാ? ഫിലിം നിർത്തി, ഷോർട്ട് ഫിലിം. ആണ്. ഇനി ചേട്ടൻ എങ്ങനെ സജീവമായി ഇപ്പൊ സിനിമാ താരങ്ങളെല്ലാം പ്രൊഡ്യൂസേഴ്സ് ആകുമ്പോൾ പ്രൊഡ്യൂസർ സിനിമാ താരമാവുന്ന ഒരു കാലം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, അതിപ്പോ പലരും ഇതിപ്പോ എല്ലാവർക്കും പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പറ്റത്തില്ല, ചെയ്യാം. പക്ഷെ നമ്മുടെ ഒപ്പം റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല. അതിപ്പോ ഒരു ഭാഗ്യമാണ് എല്ലാവരുടെയും. മനസ്സിലായി? ഇപ്പൊ എഞ്ചിനീയറിംഗിന് പഠിച്ച ആൾക്കാർ പലരും സിനിമയിലേക്ക് വരുന്നു. അപ്പൊ അവര് പ്രതീക്ഷിച്ചതേ പറയുന്നു. ഇപ്പൊ ബസ് കണ്ടക്ടറായിട്ടിരുന്ന രജനീകാന്ത് കയറി സൂപ്പർ സ്റ്റാർ അയക്കുന്നു. അക്ഷയ് കുമാർ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ആരെ എങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിത അംബാനി ഒരു സ്കൂളിലെ ഒരു ടീച്ചറായിരുന്നു. മുകേഷ് അംബാനി കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തോണ്ട് പോയി. ഇപ്പം ഇന്ത്യയുടെ നമ്പർ അല്ല, ഞാൻ പറഞ്ഞ ദാറ്റ് ഈസ് ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തും സംഭവിക്കും.
അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല നാളെ ആരെന്തോ. ഞാൻ ചിലപ്പോ ഒരു അഭിനേതാവായിട്ട് വരാം, ഇനി ഇതിനാരെടുത്തോണ്ട് ഡയറക്ടറായിട്ട് വരാൻ പറയാൻ പറ്റൂലല്ലോ. ഓ എന്തൊക്കെയാ ഞാൻ അഭിനേതാവോ ഡയറക്ടറാവാ ഇനി എന്തിനാ കേട്ടോ ഗാനരചയിതാവോ. സ്വന്തമായിട്ട് 40 തിയേറ്ററായി. അതെ. ആ അപ്പൊ ഇനി അഭിനയിക്കാം, ആ പടങ്ങൾ തിയേറ്ററിൽ കളിപ്പിക്കാം. പക്ഷെ എനിക്ക് ഇതിനകത്ത് ആ ഒരു ഫ്രഷ് ചോദ്യം ചോദിക്കാതിരിക്കാൻ വയ്യ. ഇതിലിരിക്കുന്നതിൽ ആ എക്സ്ട്രാ ഡീസന്റ് ആരാണ്? ഓ ഭയങ്കര പുതുമയുള്ള ഒരു ഈ ചോദ്യം 16 ഇന്റർവ്യൂല് ചോദിച്ച ചോദ്യം. 17 ഇന്റർവ്യൂല് കസേര പോലും മാറ്റിയിട്ടില്ല, അതേ കസേര. നിങ്ങൾ അഭിനയിച്ച ഒരു സിനിമയല്ലേ ഉള്ളൂ, 16 സിനിമ ഇല്ലല്ലോ. അപ്പൊ അത് തന്നെ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഭാഗ്യം വീണയ്ക്ക് വന്നിരിക്കുന്നു. പിക്ക് ചെയ്തു, ആരെ വേണമെങ്കിലും പിക്ക് ചെയ്തു. അല്ല അതെന്താന്ന് പറയാ, അത് അങ്ങനെ നിങ്ങളിൽ ഇപ്പൊ തോന്നുന്നുണ്ട് ഈ ചോദ്യം വരുമ്പോഴത്തേനും സ്വരാജേട്ടൻ ഭയങ്കര ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോവാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കോ ഇല്ല, ഇത് എങ്ങനെ സ്കിപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഇതാണോ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാനാണ് ഏതായാലും ഇവരല്ല ഇതൊക്കെ പറഞ്ഞു കണ്ണാടി വെക്ക്. എനിക്ക് മനസ്സിലായി ചേട്ടാ, ചേട്ടന്റെ കണ്ണ് കള്ളം പറയില്ല, അതാണ് ചേട്ടൻ ഇങ്ങനെ ഫുൾ ടൈം ഇത് വെച്ചോണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണോ? അപ്പൊ മമ്മൂക്കൊക്കെ അങ്ങനെയാണോ നോക്കണത്? ഓ അതായിരുന്നു മനസ്സിലിരിപ്പ്. എല്ലാവരും അത് എനിക്ക് കണ്ണട വയ്ക്കുന്ന ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ ലൈറ്റ് ഇങ്ങനെ കുറെ അടിക്കും. സ്ത്രീകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഓവർ കൺസേൺ ആവാറുള്ളത്. ഗ്രേസ് എന്താ കണ്ണട വയ്ക്കാത്ത? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് പ്രൊഡ്യൂസർ ആയതിന്റെ സങ്കടം മറയ്ക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. ഞാൻ നല്ല പ്രൊഡ്യൂസർ നേരെയാണ്, ആവുമ്പോൾ നല്ല നേരെയാണ്. 20-ാം തീയതി വരെ ഉണ്ടല്ലോ, കണ്ണിങ്ങനെ കലങ്ങി എന്റെ കാഴ്ചയിൽ ജനം കാണും. ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കലങ്ങി കണ്ണ് പഴുത്തി ചീഞ്ഞിരിക്കുകയാണ്. എന്റെ പൊന്നെ ചേട്ടാ, ചേട്ടന് വേറെ വല്ല മറ്റേ ഈ ഉരുളക്ക് എഴുതി മറുപടി പറയുന്ന ഏതെങ്കിലും ക്ലാസ്സിൽ പോകേണ്ടിരിക്കേണ്ടി വരും. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കണവര് നശിപ്പിച്ചോണ്ടിരിക്കുക. ഇല്ല ഞങ്ങള് നോർമലി ഉള്ള ഇന്റർവ്യൂലൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും. പക്ഷെ അപ്പുറത്തുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നതാ. ഇന്നലെ വേറൊരു പരിചയമായിട്ട്, ഇന്ന് പുതിയ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പരിചയമായിട്ട്. ഇതെല്ലാം ഞങ്ങൾ എന്തിനു വേണ്ടിട്ടാ? ED 20-ാം തീയതി ഇറങ്ങുവാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാ. ഈ ബഹളം മൊത്തം എന്താ ചേട്ടന്റെ മനസ്സിൽ കൂടെ എന്താ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, അടുത്ത് എന്താണ് അണ്ണം പറഞ്ഞത്, ബാക്കിയെല്ലാം ഞാൻ മറന്നു. ഈ നാഗേന്ദ്രൻ ഹണിമൂൺ അഭിനയിച്ചതുകൊണ്ട് സുരാജ് ചേട്ടന്റെ കൂടെയുള്ള ആ ഒരു അഭിനയമൊക്കെ ആ ഒരു കെമിസ്ട്രി ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നോ? നല്ല സൗഹൃദമായിരുന്നു നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പൊതുവെ കുറച്ച് കോമഡി ഒക്കെ ഉള്ള അടിക്കുന്ന ആൾക്കാര് സെറ്റിലേക്ക് വന്ന ഭയങ്കര സീരിയസ് ആണെന്നാ പറയാ. ഇല്ല, സുരാജേട്ടൻ ഭയങ്കര ഫണ്ണാണ്. ഇച്ചിരി ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ സുരാജേട്ടൻ അവിടെ പരിചയമില്ല. ഇത്ര ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ സുരാജേട്ടൻ അവിടെ പാട്ട് പാടും, മിമിക്രി കാണിക്കും, അങ്ങനെ ഫുൾ എൻഗേജിങ് ആയിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് പെർഫോമൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ, മിമിക്രി ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഒരുപാട് സ്റ്റോക്ക് കയ്യിലുണ്ട്. അപ്പം ഈ ഗ്യാപ്പിൽ അതൊക്കെ അവതരിപ്പിച്ച് ചിരിപ്പിക്കുക, അങ്ങനെയൊക്കെ സത്യസന്ധമായ കാര്യം. അതിന് വേദന ഉണ്ടോ ചേട്ടാ? സ്റ്റേജ് ഇപ്പൊ ഇല്ലല്ലോ, കുറഞ്ഞല്ലോ. 10 മണി വരെ അല്ലേ എല്ലാവർക്കും പെർമിഷൻ ഉള്ളൂ. നമ്മള് ഷൂട്ട് കഴിഞ്ഞ് ഇയാളെ പോലുള്ള ആൾക്കാരൊക്കെ വിടുന്നത് 11 മണിക്ക്. നമ്മളെ ഊറ്റി പറക്കിയിട്ടല്ലേ വിടുള്ളൂ. ആകെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി സൈക്കോ ആയിട്ടാണല്ലോ, ചെറിയൊരു സൈക്കോ, ഒരു ഇൻഡിഫറന്റ് ക്യാരക്ടർ ആണല്ലോ. പുള്ളി പറയുന്നതൊക്കെ കേട്ട് നമ്മള് കോമഡി വന്നില്ലെങ്കിലും ചിരിക്കണം. പുള്ളി ആ ക്യാരക്ടറിൽ ഇരിക്കുവാണല്ലോ, പറഞ്ഞു അതല്ലേ ആ പ്രദേശത്തേക്ക്. 2 പ്രാവശ്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ലിസ്റ്റിൽ സ്റ്റീഫന്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പറയുന്നതെല്ലാം നമുക്ക് ഭയങ്കര സത്യസന്ധമാണെന്ന് തോന്നും, പക്ഷെ പറയണത് ഒരു സത്യമില്ല. ഇനിയിപ്പോ ഞാൻ വീണ്ടും ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതാ ഞാൻ ആ ഭാഗ്യം ഞാൻ തരാം. നമുക്ക് ലിസ്റ്റിന്റെ ആവശ്യം ഇട്ട പൈസ തിരിച്ചു കിട്ടുക. അല്ലല്ലേ, ഇതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു സന്തോഷമുള്ളത്, ഇപ്പം നമ്മളെല്ലാവരും എക്സ്ട്രാ ഡീസന്റ് ഇല്ലെങ്കിലും നമുക്ക് ഒപ്പം ഇരിക്കുന്ന ചോദ്യം ചോദിക്കാൻ വന്ന ആള് നമ്മുടെ ഗണത്തിൽ പെടുന്നതാണല്ലോ എന്നുള്ളതാണ്. ഞാൻ ആരെങ്കിലും ഇല്ലെങ്കിലും ചോദിക്കാൻ വന്ന ആളുണ്ടല്ലോ എന്ന് ഇരിക്കുകയായിരുന്നു. ആണ്. അപ്പൊ എക്സ്ട്രാ ഡീസന്റ് ഡിസംബർ 20 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ നല്ല സിനിമയാണെങ്കിൽ എനിക്ക് എൻ്റെ ഇത്ര എക്സ്പീരിയൻസിൽ എനിക്കറിയാം നല്ല സിനിമകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്ത് ഇൻ്റർവ്യൂ കൊടുത്താലും അതൊന്നും കാര്യമില്ല. നിങ്ങളതൊക്കെ ചുമ്മാ ജസ്റ്റ് അത് ആ ഇൻ്റർവ്യൂ അപ്പോഴേ തന്നെ മാറ്റി കളയും. സിനിമ മൗത്ത് ടോക്കാണ്. മൗത്ത് ടോക്കിൽ കൂടെ ഇത്, കാരണം അവർ 150 രൂപ 200 രൂപയൊക്കെ അധ്വാനിച്ചുള്ള പൈസ മുടക്കുമ്പോൾ വർത്തായിട്ടുള്ള സിനിമയാണെങ്കിലാണ് സിനിമ പ്രേമികൾ ഒഴിച്ചിട്ട്
എല്ലാ സിനിമകളും കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊഴിച്ചിട്ട് ഉള്ള ആൾക്കാർ കാണുന്നത് വർത്തായിട്ടുള്ള സിനിമ, നല്ലതെന്ന് കേട്ടിട്ടുള്ള സിനിമകൾ മാത്രമേ കാണുള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സിനിമാ പ്രേമികൾ ആദ്യം വന്ന് ഇത് കാണട്ടെ. അല്ലാത്തവരിത് നല്ല സിനിമയാണെന്ന് കേട്ടാൽ മാത്രം കണ്ടാൽ മതി. ആ ഒരു വിശ്വാസം നല്ല സിനിമയാണെന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. 20-ാം തീയതി തൊട്ട് സിനിമ സംസാരിക്കട്ടെ. 20-ാം തീയതി കഴിയുമ്പോൾ കൂളിംഗ് ഗ്ലാസ് മാറ്റുന്നതായിരിക്കും. അതിപ്പോഴേ മാറ്റി. ഗ്രേസ് എന്തെങ്കിലും ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ എന്ത് ജോണറിലെ സിനിമ ആയിരിക്കും എടുക്കാം? അത് ഒരാൾ അഭിനയിക്കുന്ന ഒരു ലൊക്കേഷനുള്ള ഒരു സിനിമയായിരിക്കും ഗ്രേസ് ചെയ്യുന്നത്. ഗ്രേസ് തന്നെ നിർമ്മിക്കുന്ന പറ്റുമെങ്കിൽ ഒറ്റ ഷോട്ടിൽ അതാകുമ്പോ 10 ലക്ഷം രൂപ പരിപാടി തീരും. അതിന് പ്രൊഡ്യൂസർ ലിസൺ ചെയ്യണ്ടേ, അനുഭവിപ്പിക്കില്ല. വീണ്ടും ചോദ്യം മാറ്റി, അങ്ങനെയാണെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഹ്യൂമർ ആയിരിക്കും. ഹ്യൂമർ ആയിരിക്കും. ഫസ്റ്റ് ചിലപ്പോൾ ഹ്യൂമർ ആയിരിക്കും. ആണ്. ചിലപ്പോ സ്ക്രിപ്റ്റ് ഒക്കെ ഓൾറെഡി എഴുതി സെറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് വരെ എഴുതി വെച്ചിട്ടുള്ള? ഞാൻ നേരത്തെ സ്ക്രിപ്റ്റ് എഴുതുന്ന കൂട്ടത്തിലാണല്ലോ. അത് ശരി. അപ്പൊ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? എന്റെ ആ കഥ ഈ 2 പ്രൊഡ്യൂസർമാരോട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, എന്തോ ഇങ്ങനെ എഴുതിയൊക്കെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലാണ്ട് അതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഇവരോട് പറഞ്ഞിട്ടില്ല. ആണ് അല്ലേ? അപ്പൊ ഏതായാലും സിനിമ ഡിസംബർ 20-ന് തിയേറ്ററുകളിലേക്ക് എത്തട്ടെ. എല്ലാവരും കാണട്ടെ. ഒരു ക്രിസ്മസ് റിലീസായിട്ട് എല്ലാ സകുടുംബം എല്ലാവരും തിയേറ്ററുകളിലേക്ക് എത്തട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഏതായാലും 20-ാം തീയതി വരെ സുരാജേട്ടൻ ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ടിട്ട് പലയിടങ്ങളിലും ഇങ്ങനെ ഇതിന്റെ പ്രൊമോഷനായിട്ട് അദ്ദേഹത്തെ കാണാവുന്നതാണ്, ഗ്രേസിനെ കാണാവുന്നതാണ്. അപ്പം ഞങ്ങളെല്ലാം അറിഞ്ഞ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. നല്ലതാണെങ്കിൽ ED എല്ലാവരും കാണുക. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരൊറ്റ എക്സ്പെർട്ടേ ഉള്ളൂ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്.